അസ്സലാമു അലൈക്കും. ആദ്യമേ തന്നെ പറയട്ടെ, ഈ വീഡിയോ ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ കളിയാക്കാനോ പരിഹസിക്കാനോ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. നേരെ മറിച്ച് ഇസ്ലാമിൽ ഹറാമാക്കിയ ഒരു കാര്യം, ആ ഹറാമാക്കിയ ഒരു കാര്യത്തെ ഹലാലാക്കി മാറ്റുന്ന തരത്തിലേക്കുള്ള പ്രവണതകൾ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ചില ഇൻഫ്ലുവൻസർമാരിൽ നിന്നും കണ്ടുവരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഉണർത്തുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഈ അടുത്ത കാലത്തായി ഏറ്റവും കൂടുതലും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് നറുക്കെടുപ്പുകൾ. കേരളത്തിലെ ഇൻഫ്ലുവൻസർമാർ അത്തരത്തിൽ പല വിധത്തിലുള്ള നറുക്കെടുപ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. ആ നറുക്കെടുപ്പിലൂടെ ഒന്നാം സമ്മാനം കിട്ടുന്നത് വലിയ കോടിക്കണക്കിന് വിലയുള്ള വീടാണ്. മാത്രമല്ല, ലക്ഷങ്ങൾ വരെയുള്ള കാറുകളും മറ്റു ബൈക്കുകളും അങ്ങനെ പലവിധ സമ്മാനങ്ങളുമൊക്കെ ഇത്തരം നറുക്കെടുപ്പിലൂടെ കിട്ടുന്ന വിജയികൾക്ക് കൊടുക്കാറുണ്ട്. രോഗികളായ ആളുകൾ, കടം കൊണ്ട് വലയുന്ന ആളുകൾ, അത്തരം ആളുകൾ തങ്ങളുടെ കോടിക്കണക്കിന് വിലയുള്ള ആ വീടുകളൊക്കെ നറുക്കെടുപ്പിലൂടെ അത് സമ്മാനമായി കൊടുക്കുകയും അതിൻ്റെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ കിട്ടുന്ന ആ തുക, വലിയൊരു തുക അവർക്കത് സമാഹരിക്കാനും സാധിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആ വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊമോഷൻ ചെയ്യുന്ന ആ ഇൻഫ്ലുവൻസർമാർക്കും അതിൻ്റെ ഒരു വിഹിതം കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള നറുക്കെടുപ്പുകൾ ഇന്ന് സജീവമായി മാറുകയാണ്. നമുക്കറിയാം, ഏകദേശം 1 മാസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു നറുക്കെടുപ്പ് വലിയ വിവാദമായി മാറിയത്. പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ, ആ ഇൻഫ്ലുവൻസർ ആ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തുണ്ടെടുക്കുന്ന ഒരു രീതി, നറുക്കെടുക്കുന്ന ഒരു രീതി, അതിനെ ചൊല്ലി വലിയ വിവാദങ്ങളുണ്ടായി. ഒരുപാട് തുണ്ടുകൾ കൊണ്ട് നിറഞ്ഞ ഒരു പെട്ടിയിൽ നിന്നും അതിൽ ഒരുപാട് സമയമെടുത്ത് ഒരെണ്ണം മാത്രം സെലക്ട് ചെയ്യുന്ന ഒരു രീതിയിലായിരുന്നു പാണ്ടിക്കാട് കുഞ്ഞാൻ ആ നറുക്കെടുപ്പ് എടുത്തത്. ഒരുപക്ഷെ ആ വീഡിയോ കാണുന്നവർക്ക് അത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഈ വിവാദമായ നറുക്കെടുപ്പിന് ശേഷം പിന്നീട് മറ്റു ഇൻഫ്ലുവൻസർമാർ അത് വളരെയധികം ശ്രദ്ധയോടുകൂടി തങ്ങൾ ചെയ്യുന്നത് കൃത്യമായ സുതാര്യമായ നറുക്കെടുപ്പാണ് എന്ന് മറ്റുള്ളവരെ തോന്നിപ്പിക്കുന്ന വിധത്തിൽ വളരെയധികം സൂക്ഷ്മതയോടുകൂടിയായിരുന്നു ആ നറുക്കെടുപ്പുകൾ നടത്തിയത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഖാദർ കരിപ്പടിയുടെ നറുക്കെടുപ്പ്. ആ നറുക്കെടുപ്പ് നടന്ന സമയത്ത് അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിലുള്ള ആളുകളിൽ നിന്നുമാണ് നറുക്കെടുപ്പ് നടത്തിയത്. ലൈവായി പല ആംഗിളുകളിൽ നിന്നും ക്യാമറകൾ സ്ഥാപിച്ചു. അതായത് തങ്ങൾ നടത്തുന്ന നറുക്കെടുപ്പ്, ആ നറുക്കെടുപ്പിൽ പിന്നീട് തട്ടിപ്പാണ് എന്നുള്ള വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാവിധ സംവിധാനങ്ങളും ഖാദർ കരിപ്പടി ഒരുക്കി. എന്നാൽ വിഷയം അതൊന്നുമല്ല. ഇത്തരം നറുക്കെടുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിൽ പലരും അറിയാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പല മുസ്ലിം സഹോദരങ്ങളും ഇത്തരത്തിലുള്ള ഈ നറുക്കെടുപ്പുകളൊക്കെ എടുക്കാറുണ്ട്. രോഗിയായ ഒരു മനുഷ്യനെ സഹായിക്കുക അല്ലെങ്കിൽ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന മനുഷ്യനെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം അത്തരം ആളുകൾ ഇത്തരം നറുക്കെടുപ്പുകളൊക്കെ എടുക്കാറുള്ളത്. എന്നാൽ അതിനകത്തൊളിഞ്ഞിരിക്കുന്ന വലിയൊരു അപകടമുണ്ട്. നോക്കൂ, ഇസ്ലാമിൽ ഈ ലോട്ടറി, നറുക്കെടുപ്പ്, ചൂതാട്ടം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അത് കർശനമായി വിലക്കിയ കാര്യമാണ്. നിങ്ങൾ എത്ര തന്നെ ഈ നറുക്കെടുപ്പുകൾ സുതാര്യമാണ് എന്ന് പറഞ്ഞാൽ പോലും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ അത് വലിയ ഒരു തെറ്റ് തന്നെയാണ്. നമ്മുടെ കേരളത്തിലെ ലോട്ടറി, ആ ലോട്ടറി എങ്ങനെയാണോ നറുക്കെടുപ്പിലൂടെ എടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ നറുക്കെടുപ്പ് പരിപാടിയും. നമുക്കറിയാം, എങ്ങനെയും ധാരാളമായി പൈസ സമ്പാദിക്കണമെന്ന ആഗ്രഹമാണ് ഒരു ലോട്ടറി എടുക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആ കോടിക്കണക്കിന് വിലമതിക്കുന്ന വീട് സ്വന്തമാക്കുക, ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തായിരിക്കും ഏതൊരു വ്യക്തിയും ആ നറുക്കെടുപ്പ് എടുക്കാറുള്ളത്. ഇത്തരം ലോട്ടറികൾ അല്ലെങ്കിൽ നറുക്കെടുപ്പുകൾ ധാരാളം മുസ്ലിമീങ്ങളും എടുക്കാറുണ്ട്. ധനത്തോട് അത്യാർത്തി ഉണ്ടാകുമ്പോൾ മനുഷ്യൻ സൃഷ്ടാവിനെയും സൃഷ്ടികളെയും വിസ്മരിക്കും എന്നതാണ് വസ്തുത. എങ്ങനെയെങ്കിലും സമ്പന്നനായി തീരുക, സുഖിച്ച് ജീവിക്കുക എന്നത് മാത്രമായിരിക്കും അവൻ്റെ ചിന്ത. അതോടെ മതത്തിൻ്റെ വിധികളും വിലക്കുകളും അവൻ അവഗണിക്കുകയാണ്. ഈ ധനമോഹത്തിൻ്റെ അടയാളമാണ് ഇത്തരം ലോട്ടറികളും നറുക്കെടുപ്പുമെല്ലാം. നമുക്ക് വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. നബിയെ, നിന്നോടവർ ഖംറിനെയും അതായത് മദ്യത്തെയും മൈസുറിനെയും അതായത് ചൂതാട്ടത്തെയും പറ്റി ചോദിക്കുന്നു. പറയുക, അവ രണ്ടിലും ഗുരുതരമായ പാപമുണ്ട്. ജനങ്ങൾക്ക് ചില പ്രയോജനങ്ങളുമുണ്ട്. എന്നാൽ അവയിലെ പാപത്തിൻ്റെ അംശമാണ് പ്രയോജനത്തിൻ്റെ അംശത്തേക്കാൾ വലുത്. ഇവിടെ മൈസുർ അതായത് അധ്വാനമില്ലാതെ, പ്രയാസപ്പെടാതെ എളുപ്പത്തിൽ കൂടുതൽ സമ്പത്ത് നേടുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇതിൽ എല്ലാം ഉൾപ്പെടും. ചൂതാട്ടവും ലോട്ടറിയും എല്ലാം ഉൾപ്പെടും. നമുക്കറിയാം, ഒരു നറുക്കെടുപ്പിലൂടെ ഒരു മനുഷ്യന് കോടിക്കണക്കിന് വിലമതിക്കുന്ന പൈസ കിട്ടുന്നത് അയാൾക്കൊരു അധ്വാനവുമില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെയാണ്. നമ്മുടെ നാടുകളിൽ ഇത്തരത്തിൽ പലതരത്തിലുള്ള ചൂതാട്ടങ്ങൾ എന്നിവ കാണാൻ സാധിക്കും.
വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലത്തും അറബികൾക്കിടയിൽ ഇത്തരത്തിലുള്ള ചില പ്രത്യേകതരം മൈസൂറുകൾ, അതായത് ചൂതാട്ടങ്ങൾ പ്രചാരത്തിലുണ്ടായിരുന്നു. ആ ചൂതാട്ടങ്ങൾക്ക് ആകർഷകമോ സുന്ദരമോ ആയ വല്ല പുതിയ പേരുകളും നൽകിയതുകൊണ്ടോ എന്തെങ്കിലും ചില യുക്തിന്യായങ്ങൾ പറഞ്ഞ് ന്യായീകരിച്ചതുകൊണ്ടോ ഒരു മുസ്ലിമിന് അവയിലൊന്നും പങ്കെടുക്കാവുന്നതല്ല. ഈ ഒരു ആയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യത്തോടൊപ്പമാണ് ലോട്ടറി പോലെയുള്ള ഈ ഏർപ്പാടുകളെ ഒരേ രൂപത്തിൽ എതിർത്തത്. മദ്യത്തിന് ലഹരി ഉള്ളതുപോലെ തന്നെ ലോട്ടറിക്കും ലഹരിയുണ്ട്. അതായത് മദ്യത്തിന് അഡിക്റ്റ് ആവുന്നത് പോലെ ലോട്ടറിക്കും നറുക്കെടുപ്പുകളുമൊക്കെ അഡിക്റ്റായി മാറുന്നവരുണ്ട്. ലോട്ടറി കച്ചവടത്തിലൂടെ പാവങ്ങളെ സഹായിക്കുകയും നാടിനെ പുരോഗതിയിലേക്ക് നയിക്കുകയുമൊക്കെയാണ് ചെയ്യുന്നത് എന്നും പലരും ഇന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്നാൽ അവയുടെ പിന്നിലെ ദുരന്തങ്ങളെയും യാതനകളെയും ഇന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല. നോക്കി, എത്രയെത്ര കുടുംബങ്ങൾ ലോട്ടറി എടുത്ത് തകർന്നിട്ടുണ്ട്. അന്യന്റെ അവകാശമാണ് ലോട്ടറി അടിച്ചാൽ ലഭിക്കുന്നത്. അതിൽ ജനങ്ങൾക്ക് ചില പ്രയോജനങ്ങളുമുണ്ട്. എന്നാൽ അവയിലെ പാപത്തിന്റെ അംശമാണ് പ്രയോജനത്തിന്റെ അംശത്തേക്കാൾ വലുത് എന്ന് അള്ളാഹു പറഞ്ഞതെത്ര ശരിയാണ്. അധ്വാനമില്ലാതെ പ്രയാസപ്പെടാതെ എളുപ്പത്തിൽ കൂടുതൽ സമ്പത്ത് നേടാനുള്ള എല്ലാ ഏർപ്പാടുകളും പൈശാചികമായ മ്ലേച്ഛവൃത്തിയാണെന്നും അതെല്ലാം വർജിക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് കൽപ്പിക്കുന്നതായി നമുക്ക് ഖുർആനിലൂടെ കാണുവാൻ സാധിക്കും. സത്യവിശ്വാസികളെ ഖംറും മൈസറും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകളും പൈശാചികമായ മ്ലേച്ഛവൃത്തി മാത്രമാകുന്നു. അതിനാൽ നിങ്ങൾ അതൊക്കെ വർജിക്കുക, നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം. പിശാച് ഉദ്ദേശിക്കുന്നത് മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉളവാക്കുവാനും അള്ളാഹുവെ ഓർമ്മിക്കുന്നതിൽ നിന്നും നിസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയുവാനും മാത്രമാകുന്നു. അതിനാൽ നിങ്ങൾ അവയിൽ നിന്ന് വിരമിക്കുവാൻ ഒരുക്കമുണ്ടോ? നോക്കൂ, വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുകയാണ്. ഖുർആനിൽ മാത്രമല്ല, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല ഹദീസുകളിലും ഇതിനെ കർശനമായി കൊണ്ട് തന്നെ വിലക്കിയിട്ടുണ്ട്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹുവിൻ്റെ ഉമ്മത്തിന് മദ്യവും ചൂതാട്ടവും ചെണ്ടവാദ്യവും തമ്പേറുമെല്ലാം ഹറാമാക്കിയിരിക്കുന്നു. നോക്കൂ, കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ലാഭവിഹിതം ഉപയോഗിക്കുന്നത് കൊണ്ട് ലോട്ടറി ഹലാലാണെന്ന് ഇത്തരം ആളുകൾ നമ്മോട് ധരിപ്പിക്കുകയാണ്. അത് തെറ്റായ ഒരു ധാരണയാണ്. കാരണം അറബികളുടെ ചൂതാട്ടവും ഇങ്ങനെ തന്നെയായിരുന്നു. ഉദാഹരണത്തിന്, ഒരൊട്ടകത്തിന് വില നിശ്ചയിച്ച് അതിനെ അറുത്ത് 28 ഓഹരിയാക്കുന്നു. എന്നിട്ട് 10 അമ്പുകളെടുത്ത് അതിൽ 7 എണ്ണത്തിന്മേൽ 1 മുതൽ 7 വരെ അക്കങ്ങളിടും. 3 എണ്ണം നമ്പറില്ലാത്തതായിരിക്കും. എന്നിട്ടൊരു മധ്യസ്ഥൻ അമ്പുകളെല്ലാം ഒരു കുറ്റിയിലിട്ട് കഷക്കി കളിയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും വിളിച്ച് ഓരോ അമ്പെടുക്കുന്നു. അങ്ങനെ ഓരോരുത്തരുടെയും പേരിൽ വന്ന അമ്പുകളുടെ നമ്പർ അനുസരിച്ച് അവർ മാംസത്തിൽ അവകാശികളാണ്. നമ്പറില്ലാത്ത നറുക്ക് ആർക്ക് ലഭിച്ചുവോ അവർക്ക് മാംസത്തിൽ ഓഹരിയില്ലെന്ന് മാത്രമല്ല, ഒട്ടകത്തിന്റെ മുഴുവൻ വിലയും അവർ കൊടുക്കുകയും ചെയ്യണം. ഈ മാംസം അവർ സാധുക്കൾക്ക് വിതരണം ചെയ്യും. ഇങ്ങനെയായിരുന്നു അവരുടെ ചൂതാട്ടം. സാധുക്കൾക്ക് വിതരണം ചെയ്യാനായിരുന്നു അറബികളെന്ന് ചൂത് കളിച്ചിരുന്നത് എന്ന് ഇവിടെ പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ അന്നത്തെ അറബികളുടെ ആ ഒരു ചൂതുകളിയും ഇന്ന് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരം നറുക്കെടുപ്പുകളുമൊക്കെ ഒന്ന് തന്നെയാണ് എന്നുള്ളത് നാം പ്രത്യേകം മനസ്സിലാക്കുക.